ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം വേദിയിലെ ദാസന്മാർക്കും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകാല വേഗമരുന്നന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ഭാവനയുടെ പേര് സ്പെഷ്യൽ കോള്. ഈ ഭാവന ആക്ച്വലി 2018 അക്കൗണ്ട് വോയിസിൽ പ്രസിദ്ധീകരിച്ചതാണ്. തുടങ്ങുന്നു. അങ്ങ് ദൂരെ യോർദാന് കിഴക്കായ ഒരു പുല്ലുമേഞ്ഞ ചെറിയ വീട്ടിലാണ് എൻ്റെ താമസം. അതിരാവിലെ ഉണരുന്ന സ്വഭാവമാണ് ഞങ്ങൾക്കുള്ളത്. രാവിലെ ഞങ്ങൾ ശബ്ദവും പാട്ടും കേട്ടാണ് മറ്റുള്ളവർ എഴുന്നേൽക്കുന്നത്. ഓരോ ദിനവും അന്നന്നത്തേക്കുള്ള ആഹാരം തന്ന് ഞങ്ങളുടെ സ്വർഗദാതൻ ഞങ്ങളെ പോറ്റുന്നു. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള ചിന്തയോ ശേഖരണമോ വിതയോ കൊയ്ത്തോ നിക്ഷേപമോ LICയോ ഒന്നും ഞങ്ങൾക്കില്ല. ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ഒട്ടും ഭാരപ്പെടാറുമില്ല. ആളുകൾ ശരിയായ വേസ്റ്റ് മാനേജ്മെന്റ് ഫോളോ ചെയ്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ആഹാരം തേടി കുറേ യാത്ര ചെയ്യേണ്ടി വരും. എന്നാൽ ഇന്ത്യയിലെത്തിയ പ്രത്യേകിച്ച് കേരളത്തിൽ ആഹാരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊക്കെ ആയാലും യാത്ര ചെയ്യുന്നതിൽ ഞങ്ങൾ ഉത്സാഹികളാണ്. പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് സൗന്ദര്യം തീരെ കുറവാണ്. ഞങ്ങളുടെ ചുണ്ടുകൾ എപ്പോഴും അശുദ്ധമാണ്. പൊതുവെ കറുത്ത വർഗ്ഗക്കാരാണ്. അതുകൊണ്ട് പൊതുവേദികളിൽ വലിയ സ്ഥാനമൊന്നും ലഭിക്കാറില്ല. പക്ഷെ ഈ സൗന്ദര്യമില്ലായ്മ ഞങ്ങൾക്കൊരു കുറവായി തോന്നിയിട്ടില്ല. എന്നാൽ പൊങ്ങച്ചൻ പറയുകയല്ല, ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ സൗന്ദര്യ മത്സരത്തിന് പോലും പോകാൻ തോന്നും. അതിനുള്ള ആത്മവിശ്വാസം അവിടെ നിൽക്കുമ്പോൾ കിട്ടും. ഒരു ദിവസം പതിവ് പോലെ രാവിലെ ആഹാരം തേടി പോകുമ്പോൾ ആരോ ഒരാൾ എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇതുവരെയും കേട്ടിട്ടില്ലാത്ത സ്നേഹനിർഭരമായ ഒരു വിളി. അതാ തേജോമയനായ ദൈവം എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. ഈ ഏഴകളാകുന്ന ഞങ്ങളെ കരുതുന്ന അന്നന്നത്തേക്കുള്ള ആഹാരം തന്ന് പോറ്റുന്ന സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കുകയോ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നാലോചിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കാതിൽ മുഴങ്ങി. എൻ്റെ ദാസനായ ഏലിയാവ് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുന്നു. നീ എൻ്റെ ദാസന് ഞാൻ തരുന്ന അപ്പവും ഇറച്ചിയും എത്തിച്ചു കൊടുക്കണം. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ദൈവം തരുന്ന അപ്പവും ഇറച്ചിയുമുള്ള ഈ പാത്രം എനിക്ക് വഹിക്കാൻ പറ്റുന്നതായിരിക്കുമോ? ഒരു ദിവസം എത്ര തവണ ഇതും കൊണ്ട് പോയി കൊടുക്കേണ്ടി വരും? എന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ? ഏതായാലും സർവശക്തനായ ദൈവമല്ലേ ഈ കാര്യം ഏൽപ്പിച്ചത്. ഓരോന്നിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണല്ലോ എന്നോട് കൽപ്പിച്ചത് എന്നോർത്ത് സമാധാനിച്ചു. അപ്പോഴാണ് കെരീത്ത് തോട്ടിൻ്റെ മാപ്പ് എൻ്റെ ചിന്തയിൽ വന്നത്. അത് നല്ല പരിചയമുള്ള സ്ഥലമാണ്. ആ തോട്ടിൽ നിന്നും പലപ്പോഴും വെള്ളം കുടിച്ചിട്ടുമുണ്ട്. ദേവദാസനായ ഏലിയാവിനെയും അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ പരിചയപ്പെടാൻ ഞാൻ പോയിട്ടില്ല. കാരണം ആ ദേവദാസൻ വലിയൊരു പ്രവാചകനാണ്. ഇനിയും ഭൂമിയിൽ മഴ പെയ്യണമെങ്കിൽ അദ്ദേഹം പറഞ്ഞെങ്കിലേ ഉള്ളൂ എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര മഹാനായ ഏലിയാവിൻ്റെ കയ്യിൽ അപ്പവും ഇറച്ചിയും വഴിയിൽ നഷ്ടപ്പെടാതെ എങ്ങനെ എത്തിക്കും? കറുത്ത് ഇരുണ്ട ഒരു സൗന്ദര്യമില്ലാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ ദേവദാസൻ കഴിക്കുമോ? അങ്ങനെ ഒത്തിരി ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. എങ്കിലും ഞാൻ എൻ്റെ ചുണ്ട് തോട്ടിലെ വെള്ളത്തിലൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി പിന്നീട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചു നേരം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന പലർക്കും അലോസരമായി തോന്നി. രാവിലെ 5 മണി സമയമായിരുന്നു. അപ്പോൾ തേജോമനായ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായി. ദൈവദാസൻ ഏതെങ്കിലും സൗന്ദര്യമുള്ളവരുടെ കയ്യിൽ കൊടുത്തുവിടുന്ന ഭക്ഷണം കഴിക്കാനായിരുന്നു ഇഷ്ടം. പല പേരുകളും ഫുഡ് കമ്മിറ്റി അവിടെ നിർദ്ദേശിച്ചു. അതിൽ പ്രാവ് മുതൽ പെരിഞ്ഞാറ് വരെ വന്നു. എന്നാൽ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ ഉയർന്നിരിക്കുന്നു എന്നീ ദൈവിക തീരുമാനപ്രകാരം അവസാനം എനിക്ക് തന്നെ നറുക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ സാധുവായി എന്നെ ഇത്ര മഹത്വമുള്ള ജോലിക്ക് കർത്താവ് തിരഞ്ഞെടുത്തല്ലോ. അതോർത്തപ്പോൾ ദൈവത്തോട് അതിയായ ഭക്തിയും സ്നേഹവും ഒക്കെ തോന്നി. എന്നെ ആ കരങ്ങളിൽ സമർപ്പിച്ചു. പ്രാർത്ഥനയോടെ ആ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറായി. ആദ്യമൊക്കെ വഴിയിൽ കുറേ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായി. എങ്കിലും കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുന്നത് വരെയും ആ ദൈവദാസന്റെ കരങ്ങളിൽ അപ്പവും ഇറച്ചി എത്തിക്കുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. എൻ്റെ വൃത്തിയില്ലാത്ത ചുണ്ടിനെ ആഹാരം നിറച്ച മനോഹര പാത്രമായി കർത്താവ് ഉപയോഗിച്ചു. കൂടാതെ ഏത് വിഷമഘട്ടത്തിലും തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ദൈവം അത്ഭുതകരമായി നടത്തുന്നവനാണെന്ന് മനസ്സിലാക്കുന്നതിനും എളിയവന് സാധിച്ചു. ഈ ഞാൻ ആരാണെന്ന് എൻ്റെ വായനക്കാർക്ക് മനസ്സിലായല്ലോ. അവലംബം 1 രാജ 17:1-9 വരെ.